അഞ്ചും മൂന്നും സെമസ്റ്റർ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റാണ്, 5ാം സെമസ്റ്ററിൽ 3 പരീക്ഷകൾ, അതായത് 3 സബ്ജക്റ്റിൽ പോയിരുന്നു, എന്നാൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ 2 സബ്ജക്റ്റ് മാത്രമേ പോയിട്ടുള്ളൂ. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന സംശയം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. മോഡറേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കൊടുക്കുന്നില്ലെങ്കിലും ജനറൽ മോഡറേഷൻ ചില വിഷയങ്ങൾ കൊടുക്കുന്നുണ്ട്. തൽഫലമായി തോറ്റ ചില പേപ്പറുകളിൽ ജയിക്കുന്നുണ്ട്. അതുകൊണ്ട് 5ാം സെമസ്റ്ററിലും 3ാം സെമസ്റ്ററിലും സപ്ലിമെൻ്ററി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതൊക്കെയാണ് പോയിട്ടുള്ളത്, ഇനി ഏതൊക്കെ സബ്ജക്റ്റാണ് എഴുതേണ്ടത് എന്ന കാര്യം നോക്കുക. ചില വിദ്യാർത്ഥികളൊക്കെ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എന്ന പ്രോഗ്രാം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെമസ്റ്റർ പരീക്ഷകൾ എഴുതുന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവർ ഈ പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് 5ഉം 3ഉം ഇനി വരാൻ പോകുന്ന സെമസ്റ്റർ പരീക്ഷകളിൽ സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് ചിലപ്പോൾ 1-2 വിഷയങ്ങൾ ജനറൽ മോഡറേഷൻ വഴി ജയിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പരീക്ഷകൾ എഴുതേണ്ടതില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മുമ്പ് നോക്കിയപ്പോൾ തോറ്റതായിരുന്നു, പക്ഷേ പിന്നീട് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുലഭമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ 5ഉം 3ഉം സെമസ്റ്റർ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ പോയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അതിലെ ഏതൊക്കെ വിഷയങ്ങൾ എഴുതണമെന്ന കാര്യം കൂടി മാർക്ക് ചെയ്യണം. കൂടാതെ ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.